Come on. അല്ലല്ലേ ആണോ? കുഞ്ഞ് സ്ലിപ്പായിരുന്നു ഇവിടുന്ന്. നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്താലോ? എങ്ങനെ ചെയ്താലോ? ഞാൻ അങ്ങോട്ട് കയറട്ടെ. അപ്പൊ ചേട്ടൻ എന്തിയെ? കുഞ്ഞിന്റെ ചിരിയൊക്കെ കണ്ടോ? അപ്പോ പരുന്തമ്പാറ കണ്ടോ? ഇതാരാ? പാവക്കുട്ടിയാണോ? ചെവി വലുതായ പൂച്ച. അയ്യോ, പാവക്കുട്ടിയെ കണക്കിരിക്കുന്നല്ലോ, ഒരു ഡോളിനെ കണക്കിരിക്കുന്നല്ലോ. ഹലോ, അംബ്ലീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാ, വേഗം വാ, വേഗം വാ. ഉണ്ടോ? നടക്ക്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ അമ്മ വെച്ചിട്ടുണ്ട്, നടന്നോ. അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുവാണോ വീഡിയോ? ആരാടെ കൂവുന്നത്? എല്ലാരും ആയോ? ആരെയും കിട്ടിയില്ലെന്നാ. ഞങ്ങൾ വെളുപ്പിനെ ഒരു യാത്ര പോവുകയാണ്. വാഗമണിലേക്കാണ് ഞങ്ങളുടെ യാത്ര കേട്ടോ. നൃത്യോദയ ഫാമിലിക്കൊപ്പമാണ് ഞങ്ങളുടെ യാത്ര. കുറേ നാളായി പോകണം എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഒരു വാഗമൺ ട്രിപ്പാണ് ഇത്. ഞങ്ങൾ വാഗമൺ പോകുന്നു. യാത്ര പോകുന്നോണ്ട് ഇന്ന് വെളുപ്പിനെ എഴുന്നേക്കേണ്ടി വന്നല്ലോ. അത് കാരണം അജിക്കുട്ടിന് ഇങ്ങനെ ഉറക്കക്ഷീണം ഉണ്ട്. എങ്കിലും എല്ലാവരും പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിക്കുന്ന കണ്ടപ്പോഴേക്കും ചെറുതായിട്ട് ഡാൻസൊക്കെ തുടങ്ങി അജിക്കുട്ടൻ. അപ്പക്കുട്ടൻ പിന്നെ ഡാൻസൊക്കെ കളിക്കുന്നത് വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. അതുമല്ല ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റതിൻ്റെ ക്ഷീണവും ഉണ്ട്. ഡാൻസൊക്കെ ആദ്യം കളിച്ചെങ്കിലും പിന്നെ എല്ലാവരും കുറേ നേരം ഉറങ്ങി. ഫുഡ് കഴിക്കാൻ നിർത്തിയപ്പോഴാണ് എല്ലാവരും പിന്നെ എഴുന്നേൽക്കുന്നത്. ഞങ്ങൾ അങ്ങനെ വാഗമൺ എത്തിയിരിക്കുകയാണ്. നല്ല പൊരി വെയിലാണ് കേട്ടോ. അല്ലല്ലേ അപ്പൊ കൂട്ടോ ഇതെങ്ങനെ അയ്യോ എങ്ങനെ ഇറങ്ങും അച്ചുവേ? അപ്പുവേ ദാ ഇറങ്ങി എന്റെ കൊച്ചു. പിന്നെ അല്ല, അവന് കളരിയാന്നേ. അത്രേ ഉള്ളു. ആണോ? കുഞ്ഞ് സ്ലിപ്പായിരുന്നു ഇവിടുന്ന്. പതുക്കെ ഈ തൊപ്പി വെക്കാത്ത എന്താ? വെയിലല്ലയോ? ഇത് വെച്ചോ, ഈ തൊപ്പി വെച്ചോ. മറ്റേ തൊപ്പി എന്തിയേ? കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. പക്ഷേ വെയിൽ മാത്രമാണ് ഒരു പ്രശ്നം. മക്കളെ, കുടക്കീഴിൽ ഒളിച്ചിരിക്കുന്നത് ആരൊക്കെയാ? എന്താ പൊന്നെ, ഇത് കണ്ടോ അജിക്കുട്ടാ? മൊട്ടക്കുന്നാണിത്, മൊട്ടക്കുന്ന്. എങ്ങനെ ചെയ്താലോ? നമുക്ക് അവിടെ ഈ
ചെയ്തോ എക്സസൈസ്? ഒരു പശുവിനെ കണ്ടോ അജു? അജുക്കുട്ടനെ എവിടെ പോവാ? അജുക്കുട്ടാ അവിടെ വ്യൂ പോയിന്റ് പോയാ? ആ ഞാൻ ആദ്യമായിട്ടാ. എന്തോ കടലില്ല മോനെ ഇവിടെ. അപ്പുക്കുട്ടൻ രാവിലെ തൊട്ട് വണ്ടിയിലിരിക്കുമല്ലേ, അപ്പോൾ ഒന്ന് കിടന്ന് ക്ഷീണം തീർക്കുവാന്ന്. നിങ്ങള് സേവ് ദ ഡേറ്റ് ഷൂട്ടിന് വന്നാണോ? ശ്രീലക്ഷ്മി ഇതൊക്കെ കാണുന്നുണ്ടോ? ആ മലയിൽ പോണം. സേവ് ദ ഡേറ്റ്. നിങ്ങളല്ല ഇവിടെ കിടന്നു. ആ സെറ്റും സെറ്റ്. ആ ആ ആ വെയിലാച്ചാ. മോനെ സെറ്റ് ഇങ്ങോട്ട് നോക്കി, എന്നെ നോക്കിയാ സെറ്റിനെ നോക്കിയേ. ചുമ്മാ വെയിലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പായിരുന്നേ. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് സിപ്പ് ലൈനും കയാക്കിങ്ങും ഒക്കെ നടക്കുന്നത്. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണേ. അപ്പു പോകുന്നുണ്ടോ? വീഡിയോ എടുത്തു തരുമോ? ഇപ്പൊ തന്നെ അപ്പുക്കുട്ടൻ ആദ്യമായിട്ട് സിപ്പ് ലൈനിൽ കയറാൻ പോവുകയാണേ. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയും ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പുക്കുട്ടൻ നല്ല കൂളായിട്ട് ഒരു ടെൻഷനും ഇല്ലാതെയാണ് നിന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി എൻ്റെ പേടി പറഞ്ഞിട്ട് കുഞ്ഞിൻ്റെ ഉള്ള ധൈര്യം കൂടി ഇല്ലാതാക്കണ്ടല്ലോ എന്ന്. അപ്പുക്കുട്ടൻ, കല്ലു, മീനു, അപൂർവ ഇവർ 4 പേരുമാണ് ഇപ്പോൾ സിപ്പ് ലൈനിൽ കയറാൻ പോകുന്നത്. പേടിയില്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും മൂവ് ചെയ്ത് തുടങ്ങിയപ്പോൾ ചെറിയ പേടിയുണ്ടായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ മുഖം കണ്ടിട്ട്. അപ്പുക്കുട്ടൻ്റെ അടുത്ത് സിപ്പ് ലൈനിൽ കയറുന്നോ എന്ന് ചോദിച്ചപ്പോഴും ഞാൻ കരുതിയില്ല അപ്പുക്കുട്ടൻ കയറണമെന്ന് പറയുവന്നേ. പ്രാർത്ഥിക്കുവാണെന്ന് തോന്നുന്നല്ലോ. അജിക്കുട്ടൻ കണ്ടിട്ടില്ല അപ്പുചേട്ടൻ സിപ്പ് ലൈനിൽ കയറുന്നത്. കണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്കും കയറണമെന്ന് പറഞ്ഞേനെ. എന്തായാലും ഭാഗ്യത്തിന് ആ പരിസരത്തൊന്നും ഇല്ലായിരുന്നു. അപ്പുറത്തെ മല കാണണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയിരിക്കുമായിരുന്നു. ഞാൻ പോകുന്നില്ല, എനിക്ക് പേടിയാ. അടുത്തത് ഞങ്ങൾ കയാക്കിങ്ങിന് പോവാണേ.
ആദ്യമായിട്ടാണ് കേട്ടോ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പനും ഞങ്ങളുടെ കൂടെ കൂടി. അജിക്കുട്ടൻ്റെ കണ്ണ് വെട്ടിച്ച ഈ പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവസാനം കണ്ടുപിടിച്ചു ഞങ്ങളെ. ഇല്ല, അവനെ കാണുന്നില്ല. അജു ശരി, അജു ഉള്ള മലയെല്ലാം കയറി. അപ്പൂപ്പനും ആലുഷും കൂടെ കാട്ടിൽ. അവരെല്ലാം ഇപ്പോൾ ഒരേ സ്ഥലത്തെത്തി. അജിക്കുട്ടൻ അങ്ങനെ ഞങ്ങളെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുക എങ്ങനെ വെള്ളത്തിലിറങ്ങാം എന്നുള്ളതാണ് അജിക്കുട്ടൻ്റെ ചിന്ത. ചേട്ടൻ്റെ അത്രയും മേലോട്ടുള്ളവരിൽ നേരെ പോരും. മതിയായോ? ക്യാമറ നോക്ക്. അജു 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 അജിക്കുട്ടൻ എങ്ങനെയെങ്കിലും വെള്ളത്തിലിറങ്ങാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയാണേ. അജുക്കുട്ടനും വെള്ളത്തിൽ കയറി. മതി മതി അഴിക്കാൻ മനെ മതി. മുമ്പേ പോയി. ഞങ്ങൾ അവിടുന്ന് പൈൻ ഫോറസ്റ്റിലേക്കാണ് വന്നത്. കേറാ കേറാ പറഞ്ഞുതരാ. അതിന്റെ വഴി കാണിച്ചു തരുവടാ. അതാ നിൽക്കുന്ന ബിരുമാമൻ. ഇതാണ്ടേ അതിശണ്ട ഈ പിടിച്ചോ. പതുക്കെ തെന്നരുതേ. പ്രായമൊന്നും ഒരു പ്രശ്നമല്ല. ചേച്ചിയെ എന്തോ സംഭവിച്ചു.
പൈൻ ഫോറസ്റ്റിലും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇല്ലില്ല. എന്തോ ഞാൻ അങ്ങോട്ട് കയറട്ടെ. അപ്പുശേട്ടൻ എന്തിയെ? അജുക്കുട്ടൻ ഇങ്ങനെ ചേട്ടന്മാരുടെ കൂടെ കറങ്ങി നടക്കുക. അടുത്ത ഫോറസ്റ്റ് ഒക്കെ കാണണ്ടേന്ന്. ഞങ്ങൾ ഇനി പാട്ട് പോലും ഇല്ലാതെ ഒരു റീൽസ് എടുക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. വാ ഇറങ്ങാം പോവാ. പൈൻ ഫോറസ്റ്റ് കണ്ടിട്ട് ഞങ്ങൾ നേരെ അഡ്വഞ്ചർ പാർക്കിലേക്കാണ് പോയത് കേട്ടോ. ഇരുന്ന് പതുക്കെ പിടിച്ചോ. പതുക്കെ 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 കാല് നീട്ടി വെക്കും മോനെ ഒരുപോലെ. ഒരുപോലെ പിടി രണ്ട് കൈയും. അവിടെ കിടന്ന് കറങ്ങുക. ഇപ്പഴാ കൊഞ്ച് പഠിച്ചതല്ലേ. മുമ്പോട്ട് മുമ്പോട്ട്. നല്ല സുഖമുണ്ട് ഇങ്ങനെ ഓടിക്കാൻ. അയ്യോ ഇറങ്ങരുത് മക്കളെ, ഇറങ്ങല്ലേ. ചിരിയൊക്കെ കണ്ടോ? കുഞ്ഞന്റെ ചിരിയൊക്കെ കണ്ടോ? രാജാവ് കാല് വെക്കുവാനേ. ആ മോനും ചെയ്യാം, മോനും ചെയ്യാം. രാജു ചേച്ചിയൊക്കെ ഫിഷ് സ്പാ ചെയ്തെന്ന് കേട്ടപ്പോൾ വലിയ കാര്യത്തിൽ പോയിരുന്നതാ. ഈ റീൽസിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ കേട്ടോ, ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയായിരുന്നേ. ഒരു ആ മീനൊക്കെ വന്ന് കാലിലിരിക്കുന്ന കാണുമ്പോഴേ ഒരു ഇറിറ്റേഷനും പിന്നെ വല്ലാത്ത ഒരു അസ്വസ്ഥതയായിരുന്നു. മക്കളെ ഇപ്പൊ വലിയ കുഴപ്പമില്ല, ഇപ്പൊ വലിയ കുഴപ്പമില്ല. ആദ്യത്തെ ആ ഒരു ഇറിറ്റേഷൻ മാറി വന്നപ്പോഴേക്കും സമയം കഴിഞ്ഞു. അജുക്കുട്ടനും ഫിഷ് സ്പാ ചെയ്യണമെന്നൊക്കെ പറഞ്ഞതാ. പക്ഷെ എൻ്റെ ഈ ഒരു അസ്വസ്ഥത കണ്ടപ്പോഴേക്കും ആള് പേടിച്ചു പോയി. അപ്പൊ ടൂറിന് വന്ന എല്ലാരും നിർത്തി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തില്ലേ? അത് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് എടുത്തു. മഞ്ഞ് കണ്ടോ അജുക്കുട്ടാ? മഞ്ഞിനിക്ക് അങ്ങോട്ട് പോകണം. എന്റെ ദേവി, നൃത്യോദയുടെ കോളിംഗ് ബെല്ലാക്കാം.
അങ്ങനെ ഞങ്ങളുടെ ഇത്തവണത്തെ വാഗമൺ ട്രിപ്പ് ഏകദേശം അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സന്തോഷം എല്ലാവരും കൂടെ ഡാൻസ് കളിച്ച് പങ്കിടുകയാണ് കേട്ടോ. എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന കുറേ നല്ല മെമ്മറീസ് കിട്ടിയ ദിവസമായിരുന്നു. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പക്ഷേ ഗ്ലാസ് ബ്രിഡ്ജിലൊന്നും കയറിയില്ല കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജിലും കൂടെ കയറാൻ നിന്നാൽ ഇനിയും ലേറ്റാവും പോകാനായിട്ട്. അപ്പോൾ ഞങ്ങളിനി പരുന്തുംപാറ ആ ഒരു സ്ഥലത്തും കൂടെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ ട്രാഫിക് ബ്ലോക്ക് ആയത് കാരണം ഞങ്ങളവിടെ എത്തുമ്പോൾ നല്ല പോലെ ഇരുട്ടിയിട്ടുണ്ടായിരുന്നേ. ഇതാണ് എന്താണ് പരുന്തുംപാറ. എല്ലാം ഒരു പുകമറ. അപ്പോ പരുന്തുംപാറ കണ്ടോ? എനിക്ക് ഇപ്പൊ നല്ല തണുത്ത കാറ്റല്ലേ? അയ്യോ കളിയാക്കി പറയുന്നത് ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നത് ഇങ്ങനെ കൈ കെട്ടി അനിലേച്ചി മുൻപ് പോയിട്ടുള്ള സ്ഥലമാണ് ഈ പരുന്തുംപാറ. അപ്പോൾ അവിടെ നല്ല ഭംഗിയാണ്, കോടയൊക്കെ ഇറങ്ങുന്ന കാണാമെന്നൊക്കെ പറഞ്ഞ് പോയതാണ്. പക്ഷേ ലേറ്റ് ആയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റിയില്ല. ഇതാരാ, പാവക്കുട്ടിയാണോ? ചെവി വലുതായ പൂച്ച അത്. അയ്യോ, പാവക്കുട്ടിയെ കണക്കിരിക്കുന്നല്ലോ, ഒരു ഡോളിനെ കണക്കിരിക്കുന്നല്ലോ. വണ്ടിയിൽ വീണ്ടും പാട്ടും ഡാൻസും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അജിക്കുട്ടനും ഡാൻസ് കളിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ആരോ വിസിലടിച്ചപ്പോൾ അജിക്കുട്ടനും വിസിലടിക്കാനൊക്കെ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുകയാണ്. പുതിയ വിശേഷങ്ങളും കാഴ്ചകളുമൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിലൂടെ ഉടനെ തന്നെ കാണാം.